നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുത്തേക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വ്യക്തി തീർച്ചയായും നിങ്ങളെ തേടി വരുന്നുണ്ട്. ഈ വായന കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ റിയൂണിയന് വേണ്ടിയിട്ട്, അതായത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അവസ്ഥയിലൂടെയാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കത്തിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അകൽച്ചയിൽ ഒക്കെ അനുഭവപ്പെട്ട് വിഷമിച്ച് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള റിയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും. അത് വിശ്വസിച്ചുകൊണ്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെയും ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായി ശ്രമിക്കുക. അത് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷനായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങൾക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്ന് ഇവിടെ ഒരു റിയൂണിയൻ സംഭവിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മാത്രം, അത് നിങ്ങളുടെ വ്യക്തിയുമായി ആർഗ്യുമെന്റ് ചെയ്തതോ അല്ലെങ്കിൽ അകൽച്ചയിലിരിക്കുന്നതോ ആ വ്യക്തി നിങ്ങളെ കുറ്റം പറയുന്നതോ നിങ്ങൾ പരസ്പരം തമ്മിത്തല്ലിയതോ അതൊന്നും നിങ്ങൾ ഓർക്കരുത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർക്കരുത്. പകരം വളരെ പോസിറ്റീവായിട്ടുള്ള, ആ വ്യക്തി നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ടോ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കൈകോർത്തിരിക്കുന്നതായിട്ടോ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു വായന കാണുവാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് വായനയിലേക്ക് കടക്കാം. ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി ഇരിക്കുക. നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി നീതിക്ക് വേണ്ടി പോരാടിയിരിക്കുന്നു അല്ലെങ്കിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ തന്നെയാണ്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വായന കാണുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലും ഒട്ടനവധി പരീക്ഷണ ഘട്ടങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒക്കെയും നിങ്ങൾക്കും വന്ന് ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു മനോധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവർ, അത് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ രണ്ടുപേരും ജന്മനാ തൊട്ട് തന്നെ വളരെയധികം ധൈര്യശാലികളായിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഓറാ പവർ ഉള്ള രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ എനർജി ആണെങ്കിൽ എംപറർ എനർജിയും 5 ഓഫ് സോർട്സിന്റെ എനർജിയും, മറ്റു വ്യക്തിയാണെങ്കിലോ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയും നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയിലുമാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മൂർച്ചയേറിയ വാളിന്റെ മുകളിലായി കിരീടമണിഞ്ഞ് നിൽക്കുന്ന ഒരു വിജയത്തോടു കൂടി നിൽക്കുന്ന ഒരു സന്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എന്തൊക്കെ മോശപ്പെട്ട അവസ്ഥകൾ നേരിടേണ്ടി വന്നാലും, പരീക്ഷണ ഘട്ടത്തിലൂടെ പോകേണ്ടി വന്നാലും, നിങ്ങൾ രണ്ടുപേരും പൊരുതാൻ തയ്യാറാണ്. പൊരുതി മുന്നോട്ട് പോകാനും വിജയിക്കാനും തയ്യാറാണ്. അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സ്ത്രീകളുടെ എനർജി ആണെങ്കിൽ പോലും നമുക്ക് വളരെയധികം ലീഡിങ് ക്യാരക്ടറോട് കൂടി നിൽക്കുന്ന, വളരെയധികം പുരുഷന്റെ എനർജിയോട് കൂടി ചേർന്നിരിക്കുന്ന, വളരെ തൻ്റെടമുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. അതൊരു പക്ഷെ നിങ്ങളായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു യോദ്ധാവിന്റെ എനർജിയിലാണ് നിൽക്കുന്നത്. നീതിദേവത എപ്പോഴും നിങ്ങൾക്ക് നേരെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും പല കാരണങ്ങൾ കൊണ്ട് വഴക്കടിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. തികച്ചും ഈ ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതമോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നു തുടങ്ങിയപ്പോഴാണ്
നിങ്ങൾക്കിടയിൽ സത്യം പറയുകയാണെങ്കിൽ പൊരുത്തക്കേടുകൾ സംഭവിച്ചു തുടങ്ങിയത്. ഇവിടെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സ്വഭാവത്തിനൊത്ത പുരുഷനാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിനൊത്ത സ്ത്രീയാണ് നിങ്ങൾ. അങ്ങനെ വളരെയധികം ചേരുംപടി ചേരുക എന്ന് പറയുന്നത് പോലെ സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം വഴക്കടിച്ചു പോയാലും, എത്രത്തോളം ദൂരേക്ക് മാറിപ്പോയാലും ഒരിക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രത്തോളം ആഴത്തിൽ പിരിഞ്ഞു പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മുജ്ജന്മ ബന്ധവും കുറച്ചാളുകൾക്കാണെങ്കിൽ സോൾമേറ്റ് കണക്ഷനുമായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാകാം. സോഷ്യൽ മീഡിയ വഴിയിലൂടെയോ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെയോ അപ്രതീക്ഷിതമായാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. തികച്ചും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം അത് വളരെയധികം നല്ല രീതിയിൽ ഏറെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതും ഇവിടെ മറ്റൊരു അത്ഭുതം തന്നെയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളാണെങ്കിൽ വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഈ വ്യക്തിയും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കധികം കൂട്ടുകാരോ അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സോ ഒക്കെ ആയിട്ടൊന്നും നിങ്ങൾ അത്രത്തോളം ബന്ധം പുലർത്തുന്ന ആൾക്കാരല്ലായിരിക്കാം. വളരെയധികം അന്തർമുഖത്വം നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോകാനോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ സാഹചര്യത്തിലൂടെയോ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ വ്യക്തിയാണെങ്കിൽ പോലും വളരെയധികം മറ്റുള്ളവരുമായിട്ട് അധികം ഇടപഴകാത്ത, കുറച്ചധികം അവനവന്റെ കാര്യങ്ങൾ രഹസ്യമായി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഉൾവലിഞ്ഞ ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും കൂടിച്ചേർന്നപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ പൊട്ടിമുളച്ചത്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോ വിവാഹശേഷമുള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണെങ്കിൽ പോലും ആദ്യമൊക്കെ അത്ര സുഖകരമായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് അത് വളരെയധികം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള രീതിയിൽ കലാശിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കമിതാക്കളാണെങ്കിൽ പോലും പിന്നീട് നിങ്ങൾ രണ്ടുപേരും വിട്ടുപിരിയാനാകാത്ത രണ്ട് കമിതാക്കളായി മാറി എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ വേറെ പല സാഹചര്യങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും ഇവിടെ റിവേഴ്സ് എനർജിയിൽ വേറെ പല കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഉള്ളത്. ഇപ്പോൾ ഈ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വളരെയധികം ദേഷ്യം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ ഇറിറ്റേഷനോട് കൂടി ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യം. അത് ഇത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല സാഹചര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വന്നു കൂടിയത് കൊണ്ട് തന്നെയാണ്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടോ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ടോ മറ്റു വ്യക്തികളുടെ കടന്നാക്രമണം കൊണ്ടായിട്ടോ അങ്ങനെ പല സാഹചര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നിങ്ങൾക്കിടയിൽ ഒരു സമൂഹം വളരെയധികം ഒരു വില്ലൻ ക്യാരക്ടറിൽ ഇരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാതെ, ഒരു വാക്കുപോലും പറയാതെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും കാലചക്രം അനുകൂലമാകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡെത്ത് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം അവസാനിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ് നമുക്ക് കൺക്ലൂഷൻ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പതുക്കെ ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാം, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട്.
അത് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, മനസ്സിലേക്ക് ഏറ്റെടുക്കുകയും വേണം. വളരെ യാദൃശികമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും യൂണിവേഴ്സ് അത് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കണ്ണിൽ ആ ഒരു കറക്റ്റ് സമയത്ത് വന്ന് വീഴുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.